ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് തുടങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കുള്ള വീഡിയോയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ അരിയൊക്കെ കഴുകി അടുപ്പിലിട്ടു. അത് കഴിഞ്ഞ് തുണി അലക്കാനുള്ളതെല്ലാം വാഷിംഗ് മെഷീനകത്തേക്ക് ഇട്ടു. വെയിലാകുമ്പോഴത്തേക്ക് തുണിയൊക്കെ വിരിച്ചിടാമല്ലോ. ഇന്നിപ്പോൾ പരിപ്പും ബീട്രൂട്ടും കൂടിയാണ് കറി വെക്കുന്നത്. പരിപ്പ് ഞാൻ ആദ്യമേ കഴുകി കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് തിളച്ച് തൂകിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞളും കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ യൂട്യൂബ് വരുമാനം എന്ന് പറഞ്ഞാൽ 6 മാസമായപ്പോൾ മോണിറ്റൈസേഷൻ ആയതാണ്. അന്നേരം മുതൽ ചെറിയ പൈസ കിട്ടുന്നുണ്ട്. പിന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ കഷ്ടപ്പെട്ടത് ആയിപ്പോകും. ചാനൽ കട്ടായി പോവുകയും മോണിറ്റൈസേഷൻ കട്ടായി പോവുകയും ഒക്കെ ചെയ്യും. ഞാനിപ്പോൾ 2 കൊല്ലം കഴിഞ്ഞു വീഡിയോ ഇടാനൊക്കെ തുടങ്ങിയിട്ട്. എൻ്റെ തലമുടിയുടെ അറ്റം ചെറുതായിട്ടൊന്ന് മുറിച്ചായിരുന്നേ. അതുകൊണ്ടിപ്പോൾ സാധാരണ പോലെ കെട്ടാൻ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഈ പ്രത്യേക രീതിയിലൊക്കെ ഇരിക്കുന്നത്. ഞാൻ കുക്കറിലൊന്ന് ആവി വന്നതിന് ശേഷമേ വിസിൽ വെക്കത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ വിസിലൊന്നും വെച്ചിട്ടില്ല. ഒന്ന് ആവി വരട്ടെ എന്നിട്ട് വിസിൽ വെക്കാം. പിന്നെ ഒരു തേങ്ങ പൊതിച്ചെടുക്കാനുണ്ടായിരുന്നേ. തേങ്ങയൊക്കെ പൊതിച്ചെടുത്തോണ്ട് വന്നു. പിന്നെ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നത് ചിരണ്ടുമ്പോൾ ചിരട്ടയുടെ പൊടിയില്ലേ അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഴുകിയെടുക്കുന്നത്. കുഞ്ഞിപ്പെണ്ണ് എഴുന്നേറ്റ് വന്നിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ തേങ്ങ പൊതിക്കുമ്പോൾ മുതൽ അവൾ എൻ്റെ കൂടെ തന്നെ നിൽക്കും തേങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ അക്കു രാവിലെ പഠിക്കാൻ വേണ്ടി എഴുന്നേറ്റതാണ് കേട്ടോ. അന്നേരം അവൾ എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് തരാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ വന്നിട്ടുണ്ട്. അവൾ കൂടുതലും രാത്രി ഇരുന്നാണ് പഠിക്കുന്നത്. പകൽ പഠിച്ചാൽ ഒന്നും മനസ്സിലാവത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പകലൊക്കെ കിടന്നുറങ്ങും, രാത്രി ഇരുന്ന് പഠിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഒരു ചക്ക കിട്ടിയായിരുന്നു. മൂത്തതൊന്നുമല്ല, പൊട്ടുചക്കയായിരുന്നേ. എന്നാലും ഞങ്ങൾ വേവിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ കുരു തോരൻ വെക്കാൻ നല്ലതല്ലേ, പൊട്ടുചക്കയുടെ കുരു. അപ്പോൾ അത് ഞാൻ തലേദിവസം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ തോരൻ വെക്കണം. നമ്മൾ കുക്കറിന് വിസിലിട്ടില്ല. കഴുകാനുള്ള പാത്രങ്ങളൊക്കെ അന്നേരം അങ്ങ് കഴുകി വെക്കുക. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ കൂട്ടി വെച്ചാൽ എത്ര കഴുകിയാലും തീരാത്ത പോലെയാവും. പിന്നെ യൂട്യൂബ് തുടങ്ങാൻ വേണ്ടി ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നല്ല ക്ഷമയൊക്കെ വേണം കേട്ടോ. യൂട്യൂബിൽ വീഡിയോ ഒക്കെ നമ്മൾ എടുക്കുകയും ഇടുകയൊക്കെ ചെയ്യുമ്പം. പിന്നെ ഞാനൊരു വീട്ടമ്മ ആയതുകൊണ്ട് ഡേ ഇൻ മൈ ലൈഫ് പോലെയുള്ള വീഡിയോ ആണ് കൂടുതലും ഇടുന്നത്. പുറത്തങ്ങനെ പോവുകയും ഒന്നും അതൊക്കെ കുറവല്ലേ. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും വീഡിയോ ആയിട്ട് ഇടുന്നത്. ഞാൻ വീട്ടിൽ എന്താണോ ചെയ്യുന്നത് അതാണ് ഞാൻ സാധാരണയായിട്ട് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പാത്രങ്ങളോ അല്ലെങ്കിൽ ഡ്രസ്സുകളോ അങ്ങനെയൊന്നും വാങ്ങാറൊന്നുമില്ല. നമ്മളെന്താണോ അതുപോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ വാച്ച് ടൈം വ്യൂ ഒക്കെ അനുസരിച്ചാണ് പൈസ കിട്ടുന്നത്. ചിലർക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവും, ചിലർക്ക് കുറച്ച് താമസം പിടിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ല ക്ഷമയൊക്കെ വേണമെന്ന്. പെട്ടെന്ന് പൈസ കിട്ടും, നമ്മൾ വിചാരിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊന്നും വിചാരിച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങരുത്. നമുക്ക് കുറച്ച് ക്ഷമ വേണം, എന്നാലേ എല്ലാം ശരിയായിട്ട് വരത്തുള്ളൂ. അതുപോലെ തന്നെ പൈസ കിട്ടുന്നതും എല്ലാ മാസവും ഒരുപോലെ ആയിരിക്കില്ല. ചില മാസങ്ങൾ കുറവായിരിക്കും, ചില മാസം ഇച്ചിരി കൂടുതൽ കിട്ടും. പിന്നെ എനിക്ക് മനസ്സിലായത് വെച്ച് പറയുവാണെങ്കിൽ എന്നും വീഡിയോ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നല്ല വ്യൂ ഒക്കെ ഉള്ള ചാനലാണെങ്കിൽ ഒന്നിരാടനോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 3 വീഡിയോ ഒക്കെ ഇട്ടാലും നല്ലതാണ്. പക്ഷേ ചെറിയ ചെറിയ ചാനലൊക്കെ ആവുമ്പം എന്നും വീഡിയോ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. തേങ്ങ എന്തിനാ? ചക്കക്കുരു തോരൻ വെക്കണം, ബീട്രൂട്ടും പരിപ്പും കൂടെ കറിയും വെക്കണം. അപ്പോൾ കറി ചുമന്നിരിക്കില്ലേ? ബീട്രൂട്ട് വെച്ചാൽ പിന്നെ വരുമാനം മാത്രം പ്രതീക്ഷിച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നിൽക്കരുത്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോൾ പിന്നെ അതൊക്കെ ഇട്ടിട്ട് പോവുകയല്ലേ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ വീട്ടിൽ മിണ്ടാനും പറയാനും ഒന്നും പിള്ളേരും ചേട്ടയൊക്കെ പോയി കഴിഞ്ഞാൽ ആരുമില്ല. അപ്പോൾ മിണ്ടാനും പറയാനും പിന്നെ എൻ്റെ ഒരു നേരം പോക്കും ഒക്കെ ആയിട്ട് ഞാനിത് കൊണ്ടുപോകുന്നതുകൊണ്ട് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നാറില്ല കേട്ടോ. പിന്നെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പം ഭയങ്കര സന്തോഷമാണ്. ഒത്തിരി നല്ല കൂട്ടുകാരെ കിട്ടും. നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്നവരെ ആണെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം കേട്ടോ. അവരെവിടെയാണ് താമസിക്കുന്നത്, ആരാണ് എന്നതാണെന്നൊക്കെ എനിക്കറിയാൻ. എനിക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്ന ആൾക്കാരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. അവരുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഉള്ളത്. ചക്കക്കുരു ഞാൻ തലേദിവസം പൊളിച്ചിട്ട് കീറിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു, കഴുകിയില്ലായിരുന്നു. കഴുകിയതൊക്കെ രാവിലെ കറി വെക്കാൻ നേരത്താണ്.
ആ മറ്റേ ബൾബ് കൊണ്ടുവരട്ടെ, ഏത് ബോർഡ്? ഹോളിൽ കിടക്കുന്നത്. അതിൻ്റെ ആവശ്യം നല്ല വെട്ടാൻ കിട്ടും. ഇട്ട് നോക്കട്ടെ. ആ വാഷിംഗ് മെഷീനകത്ത് വെള്ളം കളഞ്ഞിട്ടേ രണ്ടാമത് വെള്ളം ഒന്ന് ഒഴിക്കണേ. പരിപ്പ് വെന്തു. അതിലേക്ക് ബീട്രൂട്ടും തക്കാളിയും കൂടി ഇടുക. തക്കാളി നിർബന്ധമൊന്നുമില്ല, തക്കാളി ഇട്ടും ഇടാതെയും വെക്കാം. ഞാൻ ഇന്നിപ്പോൾ കുറച്ച് തക്കാളി ഇട്ടിട്ടുണ്ട്, ബീട്രൂട്ടും കൂടി ഇട്ട് വേവിക്കാൻ വെക്കുക. പരിപ്പ് ആദ്യം ഒന്ന് വേവിച്ചു. വെണ്ടയ്ക്കായും പരിപ്പും പിന്നെ ബീട്രൂട്ടും പരിപ്പും ഒക്കെ വെക്കുമ്പം കുറച്ച് തക്കാളിയും കൂടി ഇട്ട് വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പച്ചക്കറിയുടെ തൊലിയൊക്കെ ഞാൻ ഇതുപോലെ കഴുകാനുള്ളൊരു പാത്രത്തിലേക്കാണ് അരിഞ്ഞിടുന്നത്. എന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണല്ലോ. കറിക്ക് ഇടാനുള്ള കുറച്ച് പച്ചമുളക് അക്കുവിനോട് ഞാൻ പറിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞേ മുറ്റത്തുനിന്ന്. പക്ഷെ അവൾക്ക് മൂത്തത് നോക്കി പറിക്കാനൊന്നും അറിയത്തില്ല. അവൾ പൊട്ട് പച്ചമുളകൊക്കെയാണ് പറിച്ചുകൊണ്ട് വന്നത്. പിന്നെ യൂട്യൂബ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. പല രീതിയിലുള്ള കമൻറ്റുകൾ വരും. കമൻറ്റുകളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമെങ്കിലും ഒത്തിരി വിഷമമായിട്ടുള്ള രീതിയിലൊക്കെ ഓരോന്നൊക്കെ വരികയൊക്കെ ചെയ്യും. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ എല്ലാം തരണം ചെയ്യാനുള്ളൊരു കഴിവൊക്കെ ആദ്യമേ ആർജിച്ചെടുത്തിട്ട് വേണം യൂട്യൂബ് ചാനൽ തുടങ്ങാനൊക്കെ വേണ്ടിയിട്ട്. എനിക്കും പെട്ടെന്ന് ചെറിയ നിസ്സാര കാര്യം മതി സങ്കടം വരാൻ വേണ്ടിയിട്ട്. സങ്കടമൊക്കെ വരും, മനുഷ്യരല്ലേ. എന്നാലും എല്ലാം തരണം ചെയ്യാനുള്ള കഴിവും കൂടെ വേണം. അമ്മ പഴുത്ത മുളകില്ലേ, കാന്താരി, ആ തുളസിയുടെ എടുത്ത് വെച്ചിട്ട് അതിലില്ല, പഴുത്തതില്ല. ഇത് മൂത്തില്ല, ശരിക്കും എരിവുണ്ടാവില്ല. പഴുത്തുണ്ടാകുമ്പോൾ നോക്കിയിട്ട് വന്നത്. തേങ്ങ ബീട്രൂട്ടും പരിപ്പും കൂടെ കറി വെക്കുന്നതിന് തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും മഞ്ഞളും പിന്നെ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി, പിന്നെ വേണ്ടത് ജീരകം, ചെറിയ ജീരകം, 2 മുളകും. ഇത്രയും വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചുകൊണ്ട് കേട്ടോ. അവിടെ കാണുന്നുണ്ട്. ചക്കക്കുരു തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ സവാള ഇങ്ങനെ കനം കുറച്ച് നീളത്തിൽ ഒന്നിച്ചിരി ചരിച്ച് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതും പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടത്രയും പച്ചമുളക്, ഇച്ചിരി എരിവുള്ളതാണ് നല്ലത്. അപ്പോൾ കുറച്ച് ഏറെ പച്ചമുളക് ഇടണം. പച്ചമുളകും കൂടെ വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ട് വെള്ളത്തോരൻ വെക്കാനാ. തേങ്ങ ഒന്നും ഒതുക്കിയൊന്നും എടുക്കുന്നില്ല. നീ ഈ മുളകിന് എരിവില്ലാത്ത. അമ്മ എന്താ ചക്കക്കുരു ഇങ്ങനെ ഇരിക്കുന്നത്? ഇത് കൊത്തച്ചക്കക്കുരുവാ, മൂത്ത ചക്കയുടെ അല്ല, പൊട്ട് ചക്കയുടെ കുരുവാണ്. ഇത് തോരൻ വെക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് തേങ്ങാപ്പീരയിലേക്ക് ഈ ചക്കക്കുരു സവാളയും പച്ചമുളകും കൂടി ഇടുവാണേ. ഇഞ്ചി വേണം. ഇഞ്ചിയാണ് തോരൻ്റെ ടേസ്റ്റ്. ചെറുതാക്കി അരിയണം അല്ലേ? ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് കൈ കൊണ്ട് തിരുമ്മിയിട്ട് മൺചട്ടിയിൽ തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. പപ്പട ഷർട്ട് തേച്ചോ? തേച്ച് വെക്കണം. ചക്കക്കുരുവിനകത്ത് എല്ലാ സാധനങ്ങളും ഇട്ടതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. അന്നേരം നല്ല ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ കൈകൊണ്ടെല്ലാം ഞെരടി യോജിപ്പിച്ചൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ക്യാബേജൊക്കെ തോരൻ വെക്കുമ്പോഴും ഇതുപോലെ ഞെരടി തിരുമ്മി യോജിപ്പിക്കുകയല്ലേ, അതുപോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ ശകലം വെള്ളം ഒഴിക്കണം. വെള്ളം കൂടിപ്പോകണ്ട, ഇത് പെട്ടെന്ന് വേകുന്ന ചക്കക്കുരുവാണ്, അതുകൊണ്ട് ശകലം വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് തിരുമ്മി കൂട്ടി അടുപ്പിലേക്ക് വെക്കുന്നത്. ഇനിയിപ്പോൾ ലാസ്റ്റ് എണ്ണ ഒഴിക്കുകയും കടുക് പൊട്ടിക്കുകയൊന്നും വേണ്ട. ഇച്ചിരി കരിയാപ്പിലയും കൂടെ എടുത്തോണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് തിരുമണമായിരുന്നു. ഇപ്പം എടുത്തിട്ട് ഇനി എടുത്തോണ്ട് വന്നിട്ടിടാം. പാകത്തിനുള്ള ഉപ്പും ചക്കക്കുരുവിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് വെള്ളം ഒഴിച്ചാൽ കുഴക്കുന്നത്? ഇച്ചിരി വെള്ളം ഒഴിച്ചു. നീ പോയപ്പോൾ ഞാൻ ഇച്ചിരി ശകലം വെള്ളം ഒഴിച്ചു, എന്നാലേ വേഗത്തുള്ളൂ. പിന്നെ ഇഞ്ചി ഇച്ചിരി കുറവ്, ഇഞ്ചി ഇച്ചിരി നല്ലപോലെ വേണം. അതുകൊണ്ട് ശകലം ഇഞ്ചിയും കൂടെ അരിഞ്ഞിടും. വെളുത്തുള്ളി വേണ്ട? വെളുത്തുള്ളി വേണ്ട.
ചക്കക്കുരു വേവിക്കാൻ വെച്ചു. ബീട്രൂട്ടും പരിപ്പും കൂടെയുള്ള കറിക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടി ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ മൂപ്പിക്കുക. കുക്കറിൽ കുറച്ച് ചോളം പുഴുങ്ങാനുണ്ട്. അതുകൊണ്ട് ഞാൻ കുക്കറിൽ നിന്ന് കറി ചീനച്ചട്ടിയിലേക്ക് മാറ്റിയതാണ് കേട്ടോ. അല്ലെങ്കിൽ കുക്കറിൽ തന്നെ കടുകൊക്കെ പൊട്ടിച്ചും തേങ്ങ അരച്ചും ഒക്കെ ചേർത്താൽ മതി. രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയാണ് ഉണ്ടാക്കിയത്. അതിന് പ്രത്യേകിച്ച് കറികളൊന്നും വെച്ചൊന്നുമില്ല. പരിപ്പും ബീട്രൂട്ടും കൂടെ കറി വെച്ചില്ലേ, അത് തന്നെയാണ് കേട്ടോ ദോശയ്ക്ക് കഴിച്ചത്. ചേട്ടായി പോകാൻ ഒരുങ്ങി ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ചേട്ടായിക്ക് ചായയും കാപ്പിയൊന്നും വേണ്ട. പ്രത്യേകിച്ച് വേനൽക്കാലമായാൽ പിന്നെ ചായയും കാപ്പിയൊന്നും അങ്ങനെ കുടിക്കാറേ ഇല്ല കേട്ടോ. മഴക്കാലത്തൊക്കെയാണ് പിന്നെയും കുറച്ചുകൂടെ ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞേച്ച് പിന്നെ ചേട്ടായിക്ക് കൊണ്ടുപോകാനുള്ള ചോറും കറിയൊക്കെ എടുത്തു വെക്കുവാണ്. ഞാൻ നേരത്തെയൊക്കെ ദിവസവും വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോൾ പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ പഠിപ്പിക്കാനുണ്ട്. അവൾ കുഞ്ഞായതുകൊണ്ട് അവളുടെ കൂടെ കുറച്ച് സമയം ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഒന്നിരാടനാണ് വീഡിയോ ഇടുന്നത്. ഒന്നിരാടൻ വീഡിയോ എന്ന് പറയുമ്പം മാസം 15 വീഡിയോ. അതിപ്പോൾ എന്തെങ്കിലും വയ്യാഴികയൊക്കെ വരുമ്പോൾ അത്രയും കൂടെ വീഡിയോ കുറയുമല്ലോ. അപ്പോൾ നമുക്കതിനനുസരിച്ചേ പൈസ കിട്ടത്തുള്ളൂ. കൂടുതൽ പൈസയൊക്കെ വേണമെങ്കിൽ കൂടുതലായിട്ട് കഷ്ടപ്പെടണം. യൂട്യൂബിൽ നിന്ന് നമുക്ക് എത്ര വരുമാനം കിട്ടുന്നു എന്നുള്ളത് കറക്റ്റായിട്ട് പറയാൻ പാടില്ല എന്നാണ് നിയമം. പിന്നെ നമുക്ക് കൂടുതലായിട്ട് നല്ല നല്ല കണ്ടൻറ്റുകളൊക്കെ ഉണ്ടാക്കി വീഡിയോ ഇടാനൊക്കെ പറ്റും. അതിന് സമയമുണ്ട്. വണ്ടിയൊക്കെ ഓടിക്കാനൊക്കെ അറിയെങ്കിൽ, ഒരു സ്കൂട്ടിയൊക്കെ ഓടിക്കാൻ അറിയെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അങ്ങനെയൊക്കെ വണ്ടിയൊക്കെ ഓടിച്ച് എവിടെയെങ്കിലുമൊക്കെ പോയി വീഡിയോ എടുക്കാനൊക്കെ പറ്റുമെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നല്ലൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റും. എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനൊക്കെ ചേട്ടായി കുറേ നോക്കിയതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് അതൊന്നും ശരിയാവത്തുമില്ല, പഠിക്കത്തുമില്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കാമായിരുന്നു. ചക്കക്കുരു കൊണ്ട് ഇങ്ങനെ തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് മാത്രം മതി ശരിക്കും ചോറുണ്ണാൻ വേണ്ടിയിട്ട്. രാവിലെ അലക്കി വെച്ച തുണികളൊക്കെ ഒന്ന് വിരിച്ചിടുക. ഇനിയിപ്പോൾ കല്ല് വെച്ച് അലക്കാൻ കുറച്ച് തുണികളുണ്ട്. പിന്നെ അടിച്ചു വാരി തറയൊക്കെ തുടയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.